പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഓഗസ്റ്റ് മാസം 15-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് ഭാരതം സ്വതന്ത്രമായിട്ട് 78 വർഷം പൂർത്തീകരിക്കുന്നു. ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്നും ഭാരതത്തിൻ്റെ പൗരന്മാർ സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഭാരതം സ്വതന്ത്രയായി. അതിൻ്റെ 78ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ നല്ല സുദിനം ലോകമെമ്പാടുമുള്ള എല്ലാ ഭാരത പൗരന്മാർക്കും ദൈവനാമത്തിൽ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ അറിയിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. സ്വാതന്ത്ര്യ ദിനമായ ഈ ദിനം ജീവജലത്തിൽ കൂടി ഇന്നത്തെ പ്രോമിസ് വേഴ്സായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1 നാം ഇപ്രകാരം വായിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ബ്രിട്ടീഷ് മേൽക്കോയ്മയും കോളനി വാഴ്ചയും ഭാരത ജനത വളരെ വേദനയോടെ സഹിച്ചു. അനേക നേതാക്കന്മാരുടെ നേതൃത്വം അനേകരിൽ സ്വാതന്ത്ര്യ ചിന്ത ഉണർത്തുകയും തന്മൂലം പല വിധങ്ങളിലുള്ള പ്രതിരോധ ശക്തി തീർത്ത് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഭാരതം സ്വതന്ത്രയായി തീരുകയും ചെയ്തു. അതിൻ്റെ 78ാമത് വാർഷിക ദിനമായ ഇന്ന് ഭാരത ജനത ഈ ലോകത്തിന്റെ ഏതെല്ലാം കോണിലുണ്ടോ, സഭാ വ്യത്യാസമെന്നെ, ജാതിമത വ്യത്യാസമെന്നെ, ഭാരതാംബയെ നന്ദിയോടെ സ്മരിക്കുന്നു, ഓർക്കുന്നു. നിശ്ചയമായും നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവം പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഉള്ളതാണ്. ഭാരതം അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളത് ഭാരത ജനതയുടെ ആവശ്യകതയായിരുന്നു. പലവിധ മാർഗങ്ങളിൽ കൂടെ അഹിംസയും ഹിംസയും അങ്ങനെയുള്ള വിവിധ പദ്ധതികളിൽ കൂടെ ജനമത് നേടിയെടുത്തു. എന്നാൽ മാനവലോകത്തിന്റെ പാപമുക്തിക്കായി, പാപപരിഹാരത്തിനായി ദൈവം പദ്ധതിയിട്ട വ്യക്തിയായിരുന്നു തൻ്റെ ഏകജാതനായ പുത്രൻ, ഓമനകുമാരനായ യേശുക്രിസ്തു. അതുകൊണ്ട് പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ. നാം ഇപ്പോൾ ഓർത്തതുപോലെ 78 വർഷം പുറകിൽ ഭാരതത്തിന്റെ സമുന്നതരായ നേതാക്കന്മാർ മുഖാന്തരം ഭാരതം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ഭാരത ജനത ആഘോഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സ്വാതന്ത്ര്യം പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ,
അന്ധകാര ശക്തിയുടെ മേലുള്ള സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും പ്രാപിച്ചിട്ടുണ്ടോ? അതെ, ഈ ഒരു വലിയ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതിൽ ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കണം. അടിമ നുകത്തിന്റെ കീഴിൽ പിന്നെയും പോകുവാൻ പാടില്ല. അതിനുവേണ്ടി അല്ല തന്റെ ഓമനെ കുമാരനെ കാൽവറിയിൽ യാഗമാക്കി നമുക്കോരോരുത്തർക്കും പാപമോചനം അഥവാ നിത്യ സ്വാതന്ത്ര്യം നൽകിയത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പാപത്തിന്റെ വലിയ കരാള ഹസ്തത്തിൽ പിടിക്കപ്പെട്ട് അമർന്ന് കഴിയുന്നവരുണ്ടെങ്കിൽ, പ്രിയ ദൈവ ജനമേ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ഭാരതത്തിന്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനമായ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ഗലാത്യ സഭയോട് പറഞ്ഞത് എന്നോടും നിങ്ങളോടും സംസാരിക്കുകയാണ്. എവിടെയാണ് നാം പിന്നെയും പാപത്തിന്റെ അടിമ നുകത്തിൽ വീണുപോകുന്നത്? എവിടെയാണ് പിശാച് നമ്മളെ വീഴ്ത്തുന്നത്, തകർത്തുന്നത്? നാം പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സ്വാതന്ത്ര്യം കർത്താവിന്റെ വരവ് വരെ അല്ല, നമ്മുടെ അവസാനമെങ്കിൽ അത് നാം നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും മാത്രം പോരാ ഈ വിടുതലും സ്വാതന്ത്ര്യവും. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കണം. അത് പൗലോസ് വളരെ വ്യക്തമായി ഗലാത്യ സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ക്രിസ്തുവിൽ കൂടെ ഞാനും നിങ്ങളും ശരിക്കും സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും നാം പിശാചിന്റെ വലയിലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെയാണ്. കർമ്മ ആചാര അനുഷ്ഠാന അനാചാരങ്ങളുടെ പിന്നാലെയാണ്. എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം? വചനപ്രകാരമുള്ള യേശു ക്രിസ്തുവിൽ കൂടെയുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു വ്യക്തി ഒരു അടിമ നുകത്തിന്റെ കീഴിലും, അത് ഒരുവിധ വിശ്വാസ പ്രമാണങ്ങളും വിശ്വാസ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെയും ആചാര അനുഷ്ഠ കർമ്മങ്ങളുടെ പിന്നാലെയും പോകുന്നവരായിട്ടല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കണം. അത് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് വളരെ ശക്തമായി താക്കീത് ചെയ്ത് ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ ഭയങ്ങൾ, സംശയങ്ങൾ, ആശങ്കകൾ, നാം വിശ്വസിക്കുന്ന ആരാധിക്കുന്ന പിൻപറ്റുന്ന കർത്താവിൽ ഉറപ്പില്ലായ്മ, തന്മൂലം ഏതുവിധ നേർച്ച കാഴ്ചകൾക്കും അറിഞ്ഞും അറിയാതെയും നാം വശംവദരാകുന്നു. നേരിട്ട് അല്ലെങ്കിലും പല വിധങ്ങളിൽ നാം അതിൽ പങ്കുചേരുന്നു. എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം കിട്ടിയത്? ക്രിസ്തു മുഖാന്തരം സ്വാതന്ത്ര്യം കിട്ടിയവർ ഈ നിലകളിൽ ഒരിക്കലും അടിമ നുകത്തിന്റെ കീഴിൽ പിന്നെയും പോവുകയില്ല. ക്രിസ്തുവിൽ കൂടെ ലഭിക്കപ്പെട്ട ആ വലിയ സ്വർഗീയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. നമ്മളെ വീഴ്ത്തിക്കളയുവാൻ ഒന്നിനും കഴിയുകയില്ല. പൗലോസ് ചോദിക്കുകയാണ്, എന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് കർത്താവിലുള്ള
എന്റെ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്താണ്? ആപത്തോ, നഗ്നതയോ, കഷ്ടതയോ, വാളോ, മരണമോ? ഇവയൊന്നിനും എന്നെ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം രുചിച്ചറിഞ്ഞ പൗലോസ് ഉറക്കെ വിളിച്ചു പറയുന്നു. പക്ഷേ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച നിലയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ നമ്മൾ അടിമ നുകത്തിൻ കീഴിലേക്ക് തല വെച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ എത്തുകയാണ്. ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ കർത്താവ് എന്നെ പരിപാലിക്കാൻ മതിയായവനാണ്, കർത്താവിന്റെ സമയം വരെ ഞാൻ ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും എന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തത് കൊണ്ട് വചനപ്രകാരം നാം സ്വാതന്ത്ര്യം പ്രാപിച്ചവർ അല്ല, നാം വീണ്ടും അടിമ നുകത്തിലേക്ക് വീണു പോകുന്നവരാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിൽ ജീവജലം നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരോട്, ശ്രോതാക്കളോട് ദൈവനാമത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടെ പങ്കുവെക്കട്ടെ. ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും അനുഭവിക്കണം. നാം ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ എല്ലാ സന്തോഷങ്ങളും പങ്കിടുമ്പോൾ നിത്യമായ സന്തോഷം, നിത്യതയിൽ യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് പങ്കിട്ട് ജീവിക്കണമെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ പിതാവാം ദൈവം വിഭാവനം ചെയ്ത യഥാർത്ഥ സ്വാതന്ത്ര്യം ജീവിതത്തിൽ പ്രാപിച്ചവരാകണം. അങ്ങനെ പ്രാപിച്ചവർ എന്ത് പ്രതികൂലം വന്നാലും ചാഞ്ചാടുകയില്ല, ഉറച്ചു നിൽക്കും, ശക്തമായി മുൻപോട്ട് പോകും. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഏത് പ്രതികൂലത്തിലും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ പരിപൂർണ സ്വാതന്ത്ര്യത്തിന്റെ ഉടമകളായി കർത്താവിൽ ചേരുവാൻ, കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് തമ്പുരാന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജന്മരാജ്യമായ, സ്വന്തം രാജ്യമായ ഭാരതം മുക്തമായിട്ട് സ്വതന്ത്രയായിട്ട് ഇന്ന് 78 വർഷം പിന്നിടുമ്പോൾ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും പോരാടിയ എല്ലാ മഹാന്മാരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണകർത്താക്കന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ഞങ്ങളുടെ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ സാത്താന്റെ എല്ലാ അടിമത്വത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ കൂടെ വിമോചനം പ്രാപിച്ച് ആ സ്വർഗീയ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി തീരുവാനിടയാകണമേ. ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. എന്തെല്ലാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമേറി വന്നാലും പിന്നെയും അടിമ നുകത്തിലേക്ക് പിന്തിരിഞ്ഞു പോകാതെ കർത്താവിലുള്ള പരിപൂർണ വിശ്വാസത്തിൽ സ്വർഗീയ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനും നിത്യത്തിൽ എത്തിച്ചേരുവാനും
ഞങ്ങളെ ഇടയാക്കണം. ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. ഭൂലോകമെമ്പാടും ചിതറിപ്പാർക്കുന്ന ഭാരത മക്കൾക്കായി, അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായി സ്തോത്രം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കണം. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ എല്ലാ നന്മകളും ചൊരിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും എല്ലാവിധ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകളും നന്മകളും ദൈവനാമത്തിൽ നേരുന്നു. ഒരു ഭാരത പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് അഭിമാനിക്കാം. ഭാരതത്തെയും ഭാരത മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ വളരെ ഗൗരവതയോടെ ഓർക്കണം, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വന്നാലും പിന്നെയും സാത്താന്റെ അടിമ നുകത്തിലേക്ക് മടങ്ങിപ്പോകാതെ കർത്താവിന്റെ ധീര പോരാളികളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ, സേവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിൽ കൂടെയുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി എന്നും നിലകൊള്ളുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. അതിന് ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ജീവജല വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.